കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പം നമ്മളിന്ന് ഈ ദേവീമാഹാത്മ്യം അവസാനത്തെ റെക്കോർഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ടത് ചെയ്യാൻ ഭഗവതി അനുഗ്രഹിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ നിർത്തിയത് സുരഥൻ എന്നുള്ള രാജാവ് ഭഗവതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നെ രാജ്യം വേണമെന്നും എനിക്കിപ്പോൾ ഈ ഇഹലോകത്തിൽ ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണമെന്നും അടുത്ത ജന്മം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാതെ ഭ്രംശമില്ലാത്ത രാജ്യാധികാരം ഉണ്ടാവണം എന്നുമാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ മോക്ഷത്തിനൊന്നുമല്ല പ്രാർത്ഥിച്ച അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി നമുക്ക് സമാധി എന്നുള്ള വൈശ്യൻ എന്താ ചോദിച്ചു എന്ന് നമുക്ക് നോക്കാട്ടോ. അദ്ദേഹം എത്രയോ അദ്ദേഹത്തിന് ഉയരത്തിലെത്തിയിരിക്കണു. അദ്ദേഹത്തിന് വൈരാഗ്യം പൂർണ്ണമായിരിക്കണു. രാജാവിന് അത്ര തന്നെ വൈരാഗ്യം ആയിട്ടില്ല. എന്നാലും തപസ് ചെയ്യാൻ സാധിച്ചു, ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനും സാധിച്ചു കേട്ടോ. അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഒരു ജന്മം കഴിഞ്ഞാലെങ്കിലും പിന്നെ കിട്ടുമല്ലോ. പക്ഷേ ആ ഓരോരുത്തരുടെയും ആ ഇത് വിചാരിക്കുകയാണ് എത്ര ഉൾക്കൊള്ളാൻ സാധിച്ചു സുമേധ മഹർഷിയുടെ ദേവീമാഹാത്മ്യം എന്നുള്ളത് നമുക്ക് വ്യത്യാസം കാണാമല്ലോ അല്ലേ. ഇനി നമുക്ക് നോക്കാം വൈശ്യൻ എന്താ ചോദിച്ചെന്ന് കേട്ടോ. സോപി വൈശ്യസ്തതോജ്ഞാനം വവ്രേ നിർവിർണമാനസഃ മമേത്യഹമിതി പ്രാജ്ഞഃ സംഗവിച്യുതികാരകം തതഃ സ വൈശ്യഃ അഭി. എന്നാൽ ആ വൈശ്യനാകട്ടെ എന്താ ചോദിച്ചത്? ജ്ഞാനം വവ്രേ, ജ്ഞാനാണ് വരിച്ചത്. ജ്ഞാനം വേണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ മോക്ഷമായില്ലോ അല്ലേ. ഞാനെന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം കിട്ടിയാൽ പിന്നെ ഈ ശരീരം അങ്ങോട്ട് വീണാൽ നേരെ മോക്ഷമാണല്ലോ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നല്ല വിവേകത്തോട് കൂടിയിട്ട് വൈശ്യന് നല്ല വൈരാഗ്യം വന്നു. വൈശ്യന് എന്ത് പറഞ്ഞു? എനിക്ക് ജ്ഞാനം നൽകിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ജ്ഞാനം ഞാൻ വരിക്കണു എന്ന് പറഞ്ഞു. ജ്ഞാനം വരിച്ചു. എന്താ കാരണം? അങ്ങനെ ജ്ഞാനം വരിക്കാൻ നിർവിർണമാനസനായിരുന്നു. വൈരാഗ്യം പൂർണ്ണമായിട്ടുണ്ടായി. നിർവിർണനാണെന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ വൈരാഗ്യം വന്നിരിക്കണു മനസ്സിൽ. പ്രാജ്ഞ, നല്ല വിവേകമുണ്ട്. വിവേകം എന്ന് പറഞ്ഞാൽ അത്ര ശരിക്കന്നെ ആ ആത്മാവിവേകം വന്നു. അനാത്മാവൊന്നും നിത്യമല്ല, ആത്മാവ് മാത്രമേ നിത്യമുള്ളൂ എന്നുള്ള വിവേകം വന്നു. അതാണ് പ്രാജ്ഞ എന്ന് പറഞ്ഞത്. ആത്മാവും അനാത്മാവും എന്താണെന്ന് നല്ലോണം മനസ്സിലായി. ആ ആത്മാനാത്മവിവേകം ഉണ്ടായി. അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. എങ്ങനെയുള്ളതാണ് ഈ ജ്ഞാനം? അഹം ഇതി മമ ഇതി സംഗവിച്യുതികാരകം. ഞാൻ എൻ്റെ എന്നുള്ള ആ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ജ്ഞാനം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എന്നുള്ള രണ്ടെണ്ണമാണല്ലോ അഹന്ത മമത. അപ്പോൾ പിന്നെ സമാധി എന്നുള്ള വൈശ്യന് എന്ത് വരിച്ചത്? ജ്ഞാനം. എന്താ കാരണം വരിക്കാൻ? പൂർണ്ണ വൈരാഗ്യമുണ്ട്. പിന്നെയോ എന്താണ് ഈ ജ്ഞാനം വരിക്കാൻ കാരണം? ജ്ഞാനം വെച്ചാൽ എന്താ? അഹന്തയും മമതയും പൂർണ്ണമായിട്ടും എനിക്ക് വിട്ടുപോകണമെന്ന്. അതാണ് ജ്ഞാനം അല്ലേ. ആ ആസക്തിയെ അഹന്തയും മമതയും ഇല്ലാതാക്കുന്ന ജ്ഞാനം വരിച്ചു. അപ്പം എന്താ അറിയോ? മനസ്സിലായി. ഇപ്പോൾ അറ്റാച്ച്മെൻ്റ് കൊണ്ടുള്ള ദുഃഖം മനസ്സിലായി പിന്നെ സമാധിക്ക്. അപ്പോൾ നല്ല വിരക്തി വന്നു, വിവേകം വന്നു. ആ വിവേകം അതിൻ്റെ കൂടെ സത്സംഗം ഉണ്ടായി സുമേധസ് മഹർഷിയായിട്ട്. അപ്പോൾ ദേവിയെ തപസ് ചെയ്യാനും ഉള്ള ഭാഗ്യം ഉണ്ടായി. ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പം എന്താ? ജ്ഞാനം തന്നെ ഇങ്ങോട്ട് നിത്യമായിട്ടുള്ള ജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ വൈശ്യനായിട്ടുള്ള സമാധി പ്രാർത്ഥിച്ചത്. എന്തൊരു ഭാഗ്യമല്ലേ. സോപി വൈശ്യസ്തതോ ജ്ഞാനം വവ്രേ നിർവിർണമാനസ മമേത്യഹമിതി പ്രാജ്ഞ സംഗവിച്യുതികാരകം. അതായത് ശരിക്കും നമുക്ക് ജ്ഞാനം ഉദിക്കണമെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ളത് മാറുന്ന വേണം. അഹന്തയും മമതയും എന്നാലെന്നെ എത്ര നമുക്ക് ശരിക്കും ആ ജ്ഞാനം മനസ്സിലായിട്ട് കാര്യമില്ല. നമുക്ക് അനുഭവം ആവണമെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ളത് പൂർണ്ണമായിട്ട് മാറണം. അതാണപ്പോൾ വരിച്ചതേ വരം. അത് തന്നെ മാറ്റാനൊന്നും പറ്റില്ല.
അപ്പോൾ ഭഗവതിയെ ശരണാഗതി അടഞ്ഞിട്ട് ഭഗവതി പ്രസാദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന വരാതാണ്. കാരണം തന്നെ നമുക്ക് പറ്റില്ലല്ലോ തന്നെ. അപ്പോൾ ആ വരാണ് വൈശ്യൻ ചോദിച്ചത് എത്ര വിവേകത്തോടു കൂടി. സ്വൽപ്പൈരഹോഭിർനൃപതേ സ്വരാജ്യം പ്രാപ്സ്യതേ ഭവാൻ ഹത്വാ രിപൂന സ്ഖലിതം തവ തച്ച ഭവിഷ്യതി. അപ്പോൾ ഭഗവതി രാജാവിന് ശരി പറഞ്ഞു. ഹേ നൃപതേ, ഹേ രാജാവേ, ഭവാൻ സ്വൽപ്പൈഹി അഹോഭിഹി സ്വരാജ്യം പ്രാപ്സ്യതേ. കുറച്ച് ദിവസത്തിനുള്ളിൽ അങ്ങക്ക് രാജ്യം തിരിച്ചു കിട്ടും. രാജാ അപഹരിച്ചു കൊണ്ടുപോയില്ലോ, അത് തിരിച്ചു കിട്ടും. അതാണല്ലോ ഒരു മോഹം. പിന്നെ രിപൂൻ ഹത്വ അസ്ഖലിതം, ശത്രുക്കളെയെല്ലാം കൊന്ന് ഇനി രാജ്യം കയ്യിൽ നിന്ന് പോവില്ല അങ്ങക്ക്. തവ തദ് അസ്ഖലിതം ഭവിഷ്യതി, അടുത്ത ജന്മത്തിൽ അങ്ങേക്ക് ഭ്രംശം വരാത്ത വിധത്തിൽ ഒരു രാജാവായിരിക്കാനും സാധിക്കും. അതാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. ഈ ജന്മം എനിക്ക് രാജ്യം തിരിച്ചു കിട്ടണമെന്നും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നും എപ്പോഴും രാജ്യത്തിലിരുന്നു കൊണ്ട് തന്നെ രാജ്യം ഭരിച്ച് സുഖിക്കണമെന്നും അല്ലേ പ്രാർത്ഥിച്ച്. അത് രണ്ടും കൊടുത്തു ഭഗവതി. സ്വൽപ്പൈരഹോഭിർനൃപതേ സ്വരാജ്യം പ്രാപ്സ്യതേ ഭവാൻ ഹത്വാ രിപൂന സ്ഖലിതം തവ തച്ച ഭവിഷ്യതി. എന്താ ചോദിച്ചത്? അഭീഷ്ടം കൊടുക്കേ. അപ്പം അതാണ് ചോദിച്ചതേ. മൃതശ്ച ഭൂയ സംപ്രാപ്യ ജന്മദേവാദ്വിവസ്വതഃ സാവർണകോ നാമ മനുർ ഭവാൻ വത്സ ഭവിഷ്യതി. പിന്നെ ഇത്ര കാലം തപസ് ചെയ്ത് പ്രസാദിപ്പിക്കാനുള്ള ഭക്തി ഉണ്ടായില്ലോ. അതുകൊണ്ട് ഈ രാജഭോഗത്തെ ആണല്ലോ പാവം ഈ രാജാവ് ഇത്ര വിവേകമില്ലാണ്ടേ ഈ രാജ്യഭോഗത്തിനെയാണല്ലോ സുരഥൻ വരിച്ചത് എന്ന് ഭഗവതിക്ക് കാരുണ്യം തോന്നി. അതാണ് ഭഗവതി, അങ്ങനെയാണ് കാരുണ്യം. കരുണയുടെ സാഗരാണ് ഭഗവാനും ഭഗവതിയും ആരായാലും. നോക്കൂ, ചോദിച്ചത് ഇഹലോകത്തിൻ്റെ സുഖം മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ ഭഗവതിക്ക് ശരിക്കും സഹതാപം തോന്നി. കഷ്ടം, ഇത്ര ബുദ്ധിമുട്ടി തപസ് ചെയ്ത് എന്നെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പാവം ഈ സുരഥന് ഇഹലോക സുഖത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാൻ സാധിച്ചുള്ളൂ, അതിനുള്ള വിവേകമല്ലേ കഷ്ടം ഉണ്ടായുള്ളൂ എന്ന് സഹതാപം തോന്നി. എന്നിട്ടോ വത്സ മൃതഃ ഭവാൻ ദേവാദ് വിവസ്തുതഃ ജന്മഭൂയ. എന്നിട്ട് പറഞ്ഞു, ഹേ വത്സ കുട്ടി, ഈ ജന്മം കഴിഞ്ഞതിന് ശേഷം മൃതഃ ഭവാൻ മരിച്ചു കഴിഞ്ഞാൽ ദേവാദ് അവസാനിച്ച ശേഷം നീ അടുത്ത ജന്മത്തിൽ സൂര്യദേവൻ്റെ പുത്രനായിട്ട് വിവസ്വതഃ ദേവാദ് വിവസ്വതഃ ജന്മഭൂയ സൂര്യൻ്റെ പുത്രനായിട്ട് പിറന്നിട്ട് എന്താ സാവർണകഃ നാമ മനു ഭവിഷ്യതി. എന്തൊരു കാരുണ്യ ഭഗവതിക്ക് നോക്കൂ. ചോദിച്ചതല്ല കൊടുത്തുള്ളൂ, ചോദിച്ചത് കൊടുത്തു. പിന്നെ സഹതാപം കൊണ്ട് അയ്യോ മോക്ഷം എന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പിന്നെ പറഞ്ഞു അടുത്ത ജന്മം, ആ അടുത്ത ജന്മമല്ല അതിൻ്റെ അടുത്ത ജന്മം നീയ് പിന്നെ എന്താണ് വിവസ്വാൻ്റെ പുത്രനായിട്ട് സൂര്യദേവൻ വിവസ്വാൻ സൂര്യനാണല്ലോ സൂര്യൻ്റെ പുത്രനായിട്ട് വീണ്ടും ജനിച്ച് സാവർണകൻ എന്ന മനു ആയിത്തീരുന്നു പറഞ്ഞു. അതാണ് സാവർണിക മന്വന്തരം. സാവർണികൻ എന്നുള്ള മനുവിൻ്റെ ഭരണകാലമാണ് സാവർണിക മന്വന്തരി. അപ്പോൾ പറഞ്ഞു സഹതാപം കൊണ്ട് നീ ഇതൊക്കെയാണ് ചോദിച്ചത്, അത് ഞാൻ നിനക്ക് തരാം. അത് കഴിഞ്ഞിട്ടുള്ള ജന്മത്തിൽ നീ സൂര്യദേവൻ്റെ പുത്രനായി ജനിച്ച സാവർണികൻ എന്നുള്ള പേരോടുകൂടി മനുവായി നീ ഒരു മന്വന്തരം മുഴുവൻ ഭരിക്കും. അത് കഴിഞ്ഞ് മോക്ഷം കിട്ടുന്നതാണ് കേട്ടോ അർത്ഥം. മൃതശ്ച ഭൂയ സംപ്രാപ്യ ജന്മദേവാൽ വിവസ്വതഃ സാവർണകോ നാമ മനുർഭവാൻ വത്സ ഭവിഷ്യതി. എന്തൊരു കാരുണ്യമല്ലേ. അപ്പം നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സകാമായിട്ട് ലൗകിക സുഖങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ പോലും ദേവി ആ ലൗകിക സുഖങ്ങളും തരും, പിന്നെ നമുക്ക് മോക്ഷം തരും. ഇതന്നെ ഭാഗവതം പറയുന്നുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ച് ലൗകിക സുഖങ്ങളൊക്കെ തരും, അതിന് പുറമെ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അതാണ് അപ്പോൾ ഭഗവതിയും ചെയ്തത്. എന്താണ് കാരുണ്യമല്ലേ. ഇനി 16 വൈശ്യവര്യത്വയാ യശ്ച വരോസ്മത്തോഭിവാഞ്ചിതഃ തം പ്രയച്ഛാമി സംസിദ്ധ്യൈ തവ ജ്ഞാനം ഭവിഷ്യതി. അനന്തരം എന്നിട്ടെന്താണ് സമാധി എന്താണ് അനുഗ്രഹിക്കണ? വൈശ്യവര്യ, ഹേ വൈശ്യശ്രേഷ്ഠ എന്ന് തന്നെ പറയുന്നുണ്ട്. വൈശ്യത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള സമാധി. ത്വയാ അസ്മത്തഃ യാ വരാഭിവാഞ്ചിത, നീ എന്നിൽ നിന്നും
ആഗ്രഹിച്ച വരം ചോദിച്ചു. ഞാനല്ലേ ചോദിച്ചേ? തം പ്രയച്ഛാമി, അത് ഞാൻ തന്നെ നിനക്ക് തരുന്നു. എന്താ കൊടുത്ത? ജ്ഞാനം. അഹന്തയും മമതയും ഇങ്ങോട്ട് നീക്കുക അല്ലേ? തവ ജ്ഞാനം ഭവിഷ്യതി, നിനക്ക് ജ്ഞാനം ഉണ്ടാവട്ടെ. സംസിദ്ധ്യയിച്ച, അതെ, മോക്ഷത്തിന് വേണ്ടത്ര ജ്ഞാനം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് വൈശ്യൻ ചോദിച്ചത് വൈശ്യനും കൊടുത്തു. വൈശ്യൻ ചോദിച്ചത് എത്ര ഒരു വിവേകത്തോടു കൂടി, എത്ര വൈസ് ആയിട്ടുള്ളൊരു വരാണ് ചോദിച്ചതല്ലേ? വൈശ്യവൈശ്യത്വയായശ്ച വരോസ്മത്തോഭിവാഞ്ചിതഃ തം പ്രയച്ഛാമി സംസിദ്ധ്യൈ തവ ജ്ഞാനം ഭവിഷ്യതി. ഇതി ദത്വാ തയോർദേവി യഥാഭിലഷിതം വരം ബഭൂവാന്തർഹിതാ സദ്യോ ഭക്ത്യാ താഭ്യാം അഭീഷ്ടുത. ദേവി തയോഹോ ഇതി യഥാഭിലഷിതം വരം ദത്വ, ദേവി ഇവർക്ക് രണ്ടുപേർക്കും ഇപ്രകാരം ആഗ്രഹിച്ച വരം നൽകിയിട്ട് സദ്യ, ഉടനെ തന്നെ അന്തർഹിത ബഭുവ, വേഗം അന്തർധാനം ചെയ്തു, അപ്രത്യക്ഷമായി. അവർക്ക് രണ്ടാൾക്കും അവരാവശ്യപ്പെട്ട വരം നൽകി. ആക്ച്വലി സുരധർ മഹാരാജാവിന് ആവശ്യപ്പെട്ടതിലും അധികം വരം നൽകി. അപ്പം തന്നെ അവിടെ അപ്രത്യക്ഷയായി. താഭ്യാം ഭക്ത്യ അഭീഷ്ടുത, ഭഗവതി അവരിരുവരാലും എന്താ പിന്നെ ചെയ്തത്? ഭക്ത്യ അഭീഷ്ടുത, അവർ ഭഗവതിയെ അപ്രത്യക്ഷമായതിനു ശേഷവും ഭഗവതി സ്തുതിച്ചു. ഭഗവതി അവരാൽ സ്തുതിക്കപ്പെട്ടു പറഞ്ഞാൽ എന്താ? ഭഗവതി അവർ ഭഗവതിയെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. പിന്നെയും സുരഥനും സമാധിയും ഭഗവതിയെ അത്യന്തം ഭക്തിയോടെ സ്തുതിച്ചുകൊണ്ട് അവിടെ കുറച്ചു നേരം കൂടി നിന്നു. ഇതി ദത്വാ തയോർദേവി യഥാഭിലഷിതം വരം ബഭൂവാന്തർഹിതാ സദ്യോ ഭക്ത്യാ താഭ്യാം അഭീഷ്ടുത. ഇനി അവസാനത്തെ ശ്ലോകം. ഇത്തം ദേവ്യാ വരം ലബ്ധ്വാ സുരഥക്ഷത്രിയർഷഭഃ സൂര്യാജന്മ സമാസാദ്യ സാവർണോ ഭവിതാ മനുഃ. അപ്പോൾ വൈശ്യൻ്റെ കാര്യം പറയാനില്ല, മോക്ഷം കിട്ടി, ജ്ഞാനം കൊടുത്തുവല്ലോ. പിന്നെ ഈ ദേഹം വീണപ്പോൾ വൈശ്യന് പുനരാവർത്തിരഹിതമായ മോക്ഷം ലഭിച്ചു. ഒരിക്കലും തിരിച്ചു വരണ്ടാത്ത മോക്ഷം, പുനരാവർത്തി, ഇനി ഒരിക്കലും ആവർത്തിച്ച് ഇവിടെ ജനിക്കേണ്ട, അങ്ങനത്തെ പുനരാവർത്തിരഹിതമായിട്ടുള്ള മോക്ഷം വൈശ്യന് കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. ജ്ഞാനമല്ലേ ഉപദേശിച്ചത്. അപ്പോൾ ആ പ്രാരബ്ധകർമ്മം കഴിയണ വരെ ആ ശരീരത്തിൽ ഇരുന്നിട്ടുണ്ടാവും വൈശ്യൻ. അത് കഴിഞ്ഞ് ആ ശരീരം നശിച്ചപ്പോൾ വൈശ്യന് മോക്ഷം ലഭിച്ചു. പിന്നെ രാജാവോ, ഈ സുരഥൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് രാജാവിന് ഇങ്ങനെ ദേവിന്ന് രാജ്യം ലഭിച്ചിട്ട് രാജാവ് ഈ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ച് സുരഥ ക്ഷത്രിയർഷഭാസുരഥൻ ഇഹത്തിൽ, അതായത് ക്ഷത്രിയൻ തന്നെയായി രാജ്യമൊക്കെ കിട്ടി, രാജശ്രേഷ്ഠനായി. പിന്നെ ഭഗവതി പറഞ്ഞ പോലെ സൂര്യാജന്മ സമാസാദ്യ സാവർണ മനുഭവിത. പിന്നത്തെ ജന്മത്തിൽ ഒരു ജന്മം ഇപ്പോൾ രാജ്യം തിരിച്ചു കിട്ടി, അടുത്ത ജന്മത്തിൽ ആദ്യം ഭ്രംശമില്ലാത്ത രാജ്യാധികാരം ലഭിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ ജന്മം സൂര്യൻ്റെ മകനായിട്ടുള്ള സാവർണിയായി ജനിച്ചിട്ട് സാവർണകൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള മനു ആയിട്ട് ഭവിക്കും. അതിന് വരാൻ പോകണല്ലേ ഉള്ളൂ. അങ്ങനെ ഏഴാമത്തെ മനു ആയിട്ടുള്ള വൈവസ്വതൻ്റെ മന്വന്തരം അവസാനിക്കുന്നതും കാത്തിരുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ശരിക്ക് വൈവസ്വത മന്വന്തരാണ്. ഇനി അടുത്തത് സാവർണിക മന്വന്തരാണ്. അപ്പോൾ ഈ മന്വന്തരം കഴിയണ വരെ സൂര്യൻ്റെ പുത്രനായി ജനിക്കാൻ പറ്റില്ല. അപ്പം രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെ വേണം അല്ലേ? അത് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ മന്വന്തരം കഴിഞ്ഞാൽ, വൈവസ്വത മന്വന്തരം കഴിഞ്ഞാൽ അത് സാവർണിക മന്വന്തരാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പം ഏഴാമത്തെ മനുവായിട്ടുള്ള ഇപ്പോഴത്തെ വൈവസ്വത മന്വന്തരം കഴിയുന്നതും കാത്ത് ഈ രാജാവ് ഇരുന്നു. എന്തിന്? അടുത്ത മന്വന്തരത്തിലെ സൂര്യപുത്രനായിട്ടുള്ള സാവർണികനായി ജനിക്കാനായിട്ട് എന്നാണ് കേട്ടോ. ഇങ്ങനെ ഈ ഇത് പറഞ്ഞതിന് ശേഷം മാർക്കണ്ഡേയ മഹർഷി ഉപദേശം സംഹരിച്ചു എന്നാണ് അവസാനത്തെ ശ്ലോകം. അപ്പം ഞാൻ അവസാനത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഇത്തം ദേവ്യാ വരം ലബ്ധ്വാ സുരഥക്ഷത്രിയർഷഭഃ സൂര്യജന്മ സമാസാദ്യ സാവർണോ ഭവിതാ മനുഃ. അങ്ങനെ ഈ മന്വന്തരം മുഴുവൻ വെയിറ്റ് ചെയ്ത് അടുത്ത മന്വന്തരത്തിൽ
സൂര്യപുത്രനായ സാവർണികനായി ജനിക്കാനായിട്ട് ഈ സുരഥൻ എന്ന രാജാവ് കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഉപസംഹരിക്കുകയാണ്. ഇതി ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ത്രയോദശോധ്യായ സമാപ്ത. ശുഭം ഭൂയാൽ. ഇനിയിപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഇന്ന് ഇത് സമർപ്പണമായതുകൊണ്ട് ഞാൻ കുറച്ച് ഭഗവതിക്ക് നെയ്പായസം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞു. ഇനി ഞാൻ അത് പോയി ഭഗവതിക്ക് നേദിച്ച് ഇത് കേട്ട എല്ലാവർക്കും, ഈ ലോകത്തിലെ എല്ലാവർക്കും, കേൾക്കാത്തവർക്കും ഇത് കേട്ടോർക്കും പറഞ്ഞ എനിക്കും എല്ലാവർക്കും ശുഭം മാത്രം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. എത്ര കാരുണ്യമുണ്ട് ദേവിക്കല്ലേ. നമ്മൾ ചോദിക്കാത്തും കൂടി നമുക്ക് തരുമല്ലോ. ആ ദേവിയെ എല്ലാവർക്കും വേണ്ടി നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. വളരെ സന്തോഷം. എനിക്ക് ഇങ്ങനെ ഒരു പറയാനുള്ള അർഹതയോ പാണ്ഡിത്യമോ ഒന്നുമില്ലെങ്കിലും ഭഗവതി അത് പറയിപ്പിച്ച് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ യുദ്ധമായതുകൊണ്ട് എത്രത്തോളം എല്ലാവർക്കും ഇത് രസകരമായി എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഭഗവതി എന്നെ തോന്നിച്ച പോലെ പറഞ്ഞു. എല്ലാ തെറ്റുകളും സമസ്താപരാധം ക്ഷമിച്ച് ഇത് ശ്രോതാക്കളും ഭഗവതിയും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കണു. ദൈവാനുഗ്രഹം ഒന്ന് മാത്രമേ വേണ്ടൂ. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമ. വിഷ്ണുമായയ്ക്ക് നമസ്കാരം. സമസ്താപരാധം ക്ഷമസ്വമേ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമ.